നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ട്. സൗദിയിൽ വീണ്ടും ആക്രമണം നടത്തി ഹൂതി വിമതർ. ആക്രമണം നടത്തിയത് സൗദിയിലെ നജ്റാനിൽ. ആക്രമണത്തിൽ പ്രവാസികളടക്കം 11 പേർക്ക് പരിക്ക്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏത് ഭീഷണിയെയും നേരിടാൻ സജ്ജമെന്ന് സൗദി അറേബ്യ. യുഎയിൽ സ്വർണ്ണവില ഉയർന്ന നിരക്കിൽ തുടരുന്നു. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 514 ദിർഹം. ഉയർന്ന വിലയിൽ വിപണികളിൽ ഉപഭോക്താക്കളുടെ സാന്നിധ്യം ശക്തം. ഗാസയിൽ കുടിവെള്ള വിതരണം ശക്തമാക്കി യുഎഇ. ദൌത്യം തുടർന്ന് ഓപ്പറേഷൻ ഗാലന്റ് നൈറ്റ് 3. മലിനമായ കിണറുകളെയും മറ്റ് സ്രോതസ്സുകളെയും ആശ്രയിക്കുന്നത് ഒഴിവാക്കുക ലക്ഷ്യം. പാർട്ട് ടൈം ജോലി വാഗ്ദാന തട്ടിപ്പിനെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ദുബായ് പോലീസ്. സാമ്പത്തിക തട്ടിപ്പ് ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നടപടി. ഈ ക്രൈം പ്ലാറ്റ്ഫോം വഴി അറിയിക്കാമെന്ന് നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. കടുത്ത ജലക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും നേരിടുന്ന ഗാസ മുനമ്പിൽ ശുദ്ധജല വിതരണം വിപുലമാക്കി യുഎഇ. ഓപ്പറേഷൻ ഗാലന്റ് നൈറ്റ് 3 മാനുഷിക ദൌത്യത്തിന്റെ ഭാഗമായാണ് അടിയന്തര കുടിവെള്ള വിതരണം തുടരുന്നത്. ഗാസയിലെ കുടിവെള്ള ശൃംഖലകൾക്ക് പകരമായി വിവിധ മേഖലകളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും താൽക്കാലിക പാർപ്പിടങ്ങളിലേക്കും വാട്ടർ ടാങ്കുകൾ വഴിയും മൊബൈൽ ശുദ്ധീകരണ യൂണിറ്റുകൾ വഴിയും യുഎഇ സംഘങ്ങൾ നേരിട്ട് വെള്ളം എത്തിക്കുന്നുണ്ട്. രോഗപകർച്ച തടയുന്നതിനും സാംക്രമിക രോഗഭീഷണി ഒഴിവാക്കുന്നതിനും ശുദ്ധജല ലഭ്യത അത്യാവശ്യമാണെന്ന വിലയിരുത്തലിലാണ് നടപടി. ഈജിപ്ത് അതിർത്തിയായ അൽ അറീഷിൽ സ്ഥാപിച്ച കടൽവെള്ളം കുടിവെള്ളമാക്കുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകളിൽ നിന്ന് പൈപ്പ് ലൈനുകൾ വഴിയും തെക്കൻ ഗാസയിലേക്ക് ദശലക്ഷക്കണക്കിന് ഗാലൻ കുടിവെള്ളമാണ് പ്രതിദിനം എത്തിക്കുന്നത്. ഇതിനു പുറമെ പ്രതിദിനം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രാദേശിക വിതരണ കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കിയതിന് പവലിയനുകളിലും ടെന്റുകളിലും കഴിയുന്ന ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായതായി ഗാസയിലെ പ്രാദേശിക കൂട്ടായ്മകൾ വ്യക്തമാക്കി. മലിനമായ കിണറുകളെയും മറ്റ് സ്രോതസ്സുകളെയും ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യുഎഇയുടെ ദൌത്യത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിൽ സഹായം എത്തിക്കുന്നത് തുടരുമെന്ന് യുഎഇ റിലീഫ് അധികൃതർ വ്യക്തമാക്കി. NTV അബുദാബി. ദക്ഷിണ സൗദിയിലെ നജ്റാനിലെ ജനവാസ മേഖല ലക്ഷ്യമാക്കി യമനിലെ ഹൂതി വിമതർ ആക്രമണം നടത്തി. ആക്രമണത്തിൽ പ്രവാസികളടക്കം 11 പേർക്ക് പരിക്കേറ്റതായി സഖ്യസേനാ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചു. സൗദിയിലെ ജനവാസ മേഖല ലക്ഷ്യമാക്കി യമനിലെ ഹൂതി ഭീകരർ വീണ്ടും ആക്രമണം നടത്തി. ഗുരുതരമായി പൊള്ളലേറ്റ സ്ത്രീയും 4 വയസ്സുകാരനും ഉൾപ്പെടെ 7 സൗദി പൌരന്മാർക്കും 2 ഈജിപ്ഷ്യൻകാർക്കും 1 പാകിസ്ഥാനിക്കും 1 യമൻ പൌരനുമാണ് പരിക്കേറ്റത്. സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ രാജ്യാന്തര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഖ്യസേന ശക്തമായ പ്രതിരോധ നടപടികൾ തുടരുമെന്നും അൽ മാലിക്കി വ്യക്തമാക്കി. അതേസമയം മേഖലയിലെ നയതന്ത്ര ശ്രമങ്ങൾ ഫലവത്തായി മുന്നോട്ടു പോകുന്നതിനിടെ സൗദി അറേബ്യയെ ലക്ഷ്യമിട്ട് കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ സഹകരണത്തോടെ ഹൂതികളും ഇറാഖിലെ ഇറാൻ അനുകൂല സംഘങ്ങളും ആസൂത്രണം നടത്തിയതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടെന്ന് സൗദി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്കിടെ പുറത്തുവരുന്ന ഈ വിവരങ്ങൾ ആശങ്കാജനകമാണെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏത് ഭീഷണിയെയും നേരിടാൻ സൗദി അറേബ്യ സജ്ജമാണെന്നും അധികൃതർ അറിയിച്ചു. NTV റിയാദ്. പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത തൊഴിലന്വേഷകരെ അനധികൃത പണമിടപാടിന്റെ ഭാഗമാക്കുന്ന സംഘങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പോലീസ് വിവരങ്ങൾ പങ്കുവച്ചത്. തൊഴിലന്വേഷകരുടെ പേരിൽ ബാങ്ക് അക്കൌണ്ടുകൾ തുറപ്പിച്ച ശേഷം തട്ടിപ്പിലൂടെ കവരുന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് മാറ്റാൻ ഈ അക്കൌണ്ടുകളാണ് ക്രിമിനൽ സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത്. തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പോലീസ് വിവരങ്ങൾ പങ്കുവച്ചത്. പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് തൊഴിലന്വേഷകരെ അനധികൃത പണമിടപാടിന്റെ ഭാഗമാക്കുന്ന സംഘങ്ങൾക്കെതിരെയാണ് ഈ മുന്നറിയിപ്പ്. ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രതിനിധികളാണെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പുകാർ ഇരയാക്കിയ യുവാവിന്റെ കേസ് പോലീസ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. വർക്ക് ഫ്രം ഹോം ജോലി വാഗ്ദാനം ചെയ്ത് അക്കൌണ്ട് തുറപ്പിച്ച സംഘം അതിലേക്കെത്തുന്ന പണം കമ്മീഷൻ എടുത്ത് മറ്റ് അക്കൌണ്ടുകളിലേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടു. ഇത് തട്ടിപ്പാണെന്നറിയാതെ നിർദ്ദേശങ്ങൾ പാലിച്ച യുവാവിനെ സംശയാസ്പദമായ പണമിടപാടുകൾ പിന്തുടർന്ന് ദുബായ് പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയായിരുന്നു. ലളിതമായ ജോലികൾക്ക് ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത് ആരംഭിക്കുന്നവയാണ് ഇത്തരം തട്ടിപ്പുകൾ. പിന്നീട് രജിസ്ട്രേഷൻ ഫീസിന്റെയോ അക്കൌണ്ട് ആക്ടിവേഷന്റെയോ പേരിൽ പണം തട്ടിയെടുക്കാനോ വ്യക്തിഗത വിവരങ്ങൾ ചോർത്താനോ ഉപയോഗിക്കുന്നു. പണം കവരുന്നത് കൂടാതെ ബാങ്ക് അക്കൌണ്ടുകൾ അനധികൃത ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് വഴി നിരപരാധികളായ ഇരകൾ വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ദുബായ് പോലീസ് വ്യക്തമാക്കി. അജ്ഞാതരുമായി ബാങ്കിംഗ് വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്നും തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു.
ഒരു കാരണവശാലും ജോലിക്കായി മുൻകൂട്ടി പണം നൽകരുത്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഇ ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ 901 എന്ന നമ്പറിലോ പോലീസുമായി ബന്ധപ്പെടണം. NTV, ദുബായ്. ദുബായിലെ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും ഇനി കൂടുതൽ ഡിജിറ്റൽ ആകുന്നു. തൊഴിലാളികൾക്കുള്ള സേവനങ്ങൾ വെർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കുന്നതിനായി UAE ആസ്ഥാനമായുള്ള അഡ്വാൻറ്റേജ് ടെക്നോളജിയുമായി ദുബായ് GDRFA ധാരണാപത്രം ഒപ്പുവച്ചു. വിദേശ തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും ഇനി കൂടുതൽ ഡിജിറ്റൽ ആകുന്നു. ദുബായ് GDRFA ലേബർ റിലേഷൻസ് റെഗുലേഷൻ സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ കേണൽ ഒമർ മത്തർ അൽ മസീനയും അഡ്വാൻറ്റേജ് ടെക്നോളജി ഉടമ ഫൈസൽ അബ്ദുൽ അസീസ് അബ്ദുള്ള അൽ സറൂനിയുമാണ് കരാറിൽ ഒപ്പുവച്ചത്. ദുബായിയുടെ ഡിജിറ്റൽ പരിവർത്തന കാഴ്ചപ്പാടിന് കരുത്തു പകരുന്നതിനും സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം ശക്തമാക്കി സർക്കാർ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ ചുവടുവയ്പ്. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് മാതൃകയിലൂടെ തൊഴിലാളി കേന്ദ്രീകൃത പദ്ധതികൾക്ക് മികച്ച സാങ്കേതിക പിന്തുണ നൽകാനാണ് പുതിയ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടികൾ, ബോധവൽക്കരണ ക്യാമ്പുകൾ, ആശയവിനിമയങ്ങൾ, മറ്റ് സേവനങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിനായി പ്രത്യേക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിക്കും. ഇരു സ്ഥാപനങ്ങളും തമ്മിൽ അറിവുകളും മികച്ച പ്രവർത്തന രീതികളും കൈമാറുന്നതിനൊപ്പം തൊഴിലാളികളുടെ നൈപുണ്യ വികസനത്തിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി പ്രത്യേക പദ്ധതികളും നൂതന സാങ്കേതിക പരിഹാരങ്ങളും ആവിഷ്കരിക്കും. NTV, ദുബായ്. UAEയിലെ സ്വർണ്ണ റീറ്റെയിൽ നിരക്കുകൾ ഉയർന്ന തട്ടിൽ തന്നെ തുടരുന്നു. ദുബായിലെയും മറ്റ് എമിറേറ്റുകളിലെയും വിപണിയിൽ 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 514 ദിർഹത്തോടാണ് നിരക്ക്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 476 ദിർഹത്തിലും 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 391 ദിർഹത്തിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യങ്ങളും വിപണിയിലെ മാറ്റങ്ങളുമാണ് പ്രാദേശിക വിലയെ സ്വാധീനിക്കുന്നത്. വില ഉയർന്ന തോതിൽ നിൽക്കുമ്പോഴും ദുബായ് ഗോൾഡ് സൂക്ക് ഉൾപ്പെടെയുള്ള പ്രധാന വിപണികളിൽ ഗുണഭോക്താക്കളുടെ സാന്നിധ്യം ശക്തമാണ്. ആഭരണങ്ങൾക്കൊപ്പം സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും സുരക്ഷിത നിക്ഷേപമായി കരുതുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ ട്രെൻഡുകൾക്കനുസൃതമായാണ് UAEയിലെ നിരക്കുകൾ നിശ്ചയിക്കപ്പെടുന്നത്. UAE ദിർഹം US ഡോളറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ആഗോള വിപണിയിലുണ്ടാകുന്ന ചലനങ്ങൾ നേരിട്ട് പ്രാദേശിക റീറ്റെയിൽ ബോർഡുകളിൽ പ്രതിഫലിക്കുന്നു. GCC മേഖലയിലാകെ സ്വർണത്തോടുള്ള താൽപര്യം മാറ്റമില്ലാതെ തുടരുന്നതായി വിപണി വിദഗ്ധർ വ്യക്തമാക്കി. NTV, ദുബായ്. അഭിഭാഷകർക്ക് അവരുടെ കക്ഷികളുമായി വീഡിയോ കോളിൽ സംസാരിക്കാമെന്ന് അബുദാബി നീതിന്യായ വകുപ്പ്. കക്ഷികൾക്ക് കോടതിയിലെ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കുകയും നീതിന്യായ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സേവനം ഒരുക്കിയിരിക്കുന്നത്. അഭിഭാഷകർക്ക് അവരുടെ കക്ഷികളുമായി വീഡിയോ കോളിൽ സംസാരിക്കാമെന്ന് അബുദാബി നീതിന്യായ വകുപ്പിന്റെ നിർദ്ദേശം. പുതിയ സംവിധാനത്തിലൂടെ നേരിട്ട് ഓഫീസിൽ എത്താതെ തന്നെ അപേക്ഷ സമർപ്പിക്കാനും അപേക്ഷയുടെ പുരോഗതി ഓൺലൈനായി പരിശോധിക്കാനും സാധിക്കും. വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒന്നിലേറെ സേവന മാർഗങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനത്തോടെയാണ് സേവനം പ്രവർത്തിക്കുക. മുൻകൂട്ടി സമയം നിശ്ചയിച്ചും വേഗത്തിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള സൗകര്യം ലഭ്യമാക്കുകയും ചെയ്യും. അഭിഭാഷകരുമായി നടത്തുന്ന വീഡിയോ കോളിലൂടെയുള്ള നിയമോപദേശങ്ങൾ ഏറ്റവും ഉയർന്ന സ്വകാര്യതയും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കുമെന്ന് അബുദാബി നീതിന്യായ വകുപ്പ് അറിയിച്ചു. വീഡിയോ കോളിലൂടെ അഭിഭാഷകരെ കാണുന്നതിനുള്ള അപേക്ഷ ADJD സ്മാർട്ട് ആപ്പ്, ADJD വെബ്സൈറ്റ്, ADJD നിയമ ഓഫീസുകൾ, ടൈപ്പിംഗ് സെന്ററുകൾ എന്നിവ വഴി സമർപ്പിക്കാം. പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നീതിന്യായ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കാനുള്ള നടപടികളാണ് അബുദാബി നീതിന്യായ വകുപ്പ് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ലോകത്തിലെ ആദ്യ സമഗ്ര നിർമ്മിത ബുദ്ധി അധിഷ്ഠിത നീതിന്യായ പ്ലാറ്റ്ഫോം പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2026 സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പദ്ധതി 18 മാസത്തിനകം നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. NTV, അബുദാബി. ഇത്തിഹാദ് റെയിലിന്റെ ദുബായ് സ്റ്റേഷന് അൽ യലായിസ് എന്ന് പേരിടും. ഷാർജയിലെ അൽ ദെയ്ദ് സ്റ്റേഷനോടൊപ്പം സെപ്റ്റംബർ 30 അൽ യലായിസും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. അബുദാബി ഫുജൈറ പാസഞ്ചർ സർവീസുകൾ വിജയകരമായി ആരംഭിച്ചതിന് ശേഷമുള്ള UAE ദേശീയ റെയിൽ ശൃംഖലയുടെ 2ാം ഘട്ട വികസനത്തിന്റെ ഭാഗമായാണ് ദുബായ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാകുന്നത്. ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ്സിന് സമീപം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലാണ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ റോമൻ കാത്തലിക് മലയാളം ലാറ്റിൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് തുടക്കം. ഓഗസ്റ്റ് 5 ബുധനാഴ്ച വൈകുന്നേരം 7 മണിക്ക് കൊടിയുയർത്തിക്കൊണ്ട് 11 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു.
ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ റോമൻ കാത്തലിക് മലയാളം ലാറ്റിൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് ഫാദർ മാജിദ് മോസ, ഫാദർ ജോൺ ജോസഫ് എഡാഡ്, ഫാദർ എഡ്വിൻ മോനിസാൻ, ഫാദർ സച്ചിൻ ബേബി എന്നിവർ ദിവ്യബലിയർപ്പിച്ച് കൊടിയുയർത്തി 11 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഓഗസ്റ്റ് 13 വരെ എല്ലാ ദിവസവും രാത്രി 7:30 നൊവേന പ്രാർത്ഥനയും 14 വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് പ്രസിദ്ധേന്തി വാഴ്ചയും വേസ്പറിയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ മരിയൻ പ്രദക്ഷിണവും നടക്കും. ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാത്രി 8 മണിക്ക് തിരുനാൾ പ്രസിദ്ധേന്തി വാഴ്ചയും ഫാദർ സവരിമുത്തുവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന സമൂഹ ബലിയോടും കൂടി ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങും. പാരിഷ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് സന്തോഷ് മാത്യു, മലയാളം പാരിഷ് കമ്മിറ്റി സെക്രട്ടറി ഹെൻറിറ്റോ ഡാമി, സീറോ മലബാർ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ബിജു ജോസഫ്, സീറോ മലങ്കര കമ്മ്യൂണിറ്റി വൈസ് പ്രസിഡന്റ് സാംജി സക്കറിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുനാൾ ദിനങ്ങളിൽ യുഎയിലെ വിവിധ എമിറേറ്റ്സിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുന്നത്. തിരുനാൾ ആഘോഷങ്ങളുടെ ക്രമീകരണങ്ങൾക്ക് റോമൻ കാത്തലിക് മലയാളം ലാറ്റിൻ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ഷാർജൻ തോമസ്, തിരുനാൾ കൺവീനർ വിൽഫ്രഡ് ആൽബർട്ട് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. NTV ഷാർജ. ഇനി ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. സ്വർണ്ണവില. വിനിമയ നിരക്ക്. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. സൗദിയിൽ വീണ്ടും ആക്രമണം നടത്തി ഹൂതി വിമതർ. ആക്രമണം നടത്തിയത് സൗദിയിലെ നജ്റാനിൽ. ആക്രമണത്തിൽ പ്രവാസികളടക്കം 11 പേർക്ക് പരിക്ക്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏത് ഭീഷണിയെയും നേരിടാൻ സജ്ജമെന്ന് സൗദി അറേബ്യ. യുഎയിൽ സ്വർണ്ണവില ഉയർന്ന നിരക്കിൽ തുടരുന്നു. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 514 ദിർഹം. ഉയർന്ന വിലയിൽ വിപണികളിൽ ഉപഭോക്താക്കളുടെ സാന്നിധ്യം ശക്തം. ഗാസയിൽ കുടിവെള്ള വിതരണം ശക്തമാക്കി യുഎഇ. ദൌത്യം തുടർന്ന് ഓപ്പറേഷൻ ഗാലൻ നൈറ്റ് 3. മലിനമായ കിണറുകളെയും മറ്റ് സ്രോതസ്സുകളെയും ആശ്രയിക്കുന്നത് ഒഴിവാക്കുക ലക്ഷ്യം. പാർട്ട് ടൈം ജോലി വാഗ്ദാന തട്ടിപ്പിനെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ദുബായ് പോലീസ്. സാമ്പത്തിക തട്ടിപ്പ് ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നടപടി. ഈ ക്രൈം പ്ലാറ്റ്ഫോം വഴി അറിയിക്കാമെന്ന നിർദ്ദേശം. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.